നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതിക മികവിലും പലതരത്തിലുള്ള യുദ്ധ വിന്യാസത്തിലൊക്കെ തന്നെ നമ്മുടെ രാജ്യം അതിൻ്റെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന പല ആയുധങ്ങൾ തന്നെയാണ് നമുക്ക് കരുത്തും അതുപോലെ തന്നെ അഭിമാനിക്കാവുന്ന സാഹചര്യങ്ങളും ഒരുക്കുന്നത്. ഏതായാലും ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈന നടത്തിയ മുന്നേറ്റം തടയാൻ സാങ്കേതിക വിദ്യയുള്ള പ്രവചന ഉപകരണങ്ങൾ ഇന്ത്യ വിജയകരമായി ഉപയോഗിച്ചതായി ഇപ്പോൾ സൈന്യം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ദിനേശ് സിംഗ് റാണയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യ ഇമ്പാക്ട് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക യുദ്ധം, തന്ത്രപരമായ സിദ്ധാന്തങ്ങൾ, ദേശീയ സുരക്ഷാ ആസൂത്രണം എന്നിവയെ പരിവർത്തനം ചെയ്യുകയാണെന്നും അദ്ദേഹം സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. തർക്ക മേഖലയിലെ ചൈനീസ് സാന്നിധ്യത്തെക്കുറിച്ച് സൂചനകൾ നൽകാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും ചിലവ് കുറഞ്ഞതുമായ സംവിധാനം സഹായിച്ചതായും ലഫ്റ്റനന്റ് ജനറൽ റാണ പറഞ്ഞു. അവർ എന്തോ ഒരു കാര്യത്തിന് തയ്യാറെടുക്കുന്നതും സംവിധാനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അവരുടെ നീക്കത്തിന്റെ സമയം പ്രവചിക്കാനും ഞങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞു. അത്ഭുതപൂർവമായ നീക്കമായിരുന്നു ചൈന നടത്തിയത്. സഹായത്തോടെ സമയബന്ധിതമായി രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ചു. ഇതിലൂടെ സേനയെ കൃത്യമായി വിന്യസിച്ചു, ഒഴിപ്പിക്കൽ ആസൂത്രണം ചെയ്തു. അതിന്റെ ഫലമായി ഇന്ത്യൻ ഭാഗത്ത് ആർക്കും ജീവൻ നഷ്ടമായില്ല. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആണവ ശക്തിയായിരിക്കുന്നത് പോലെ നമ്മൾ ഉത്തരവാദിത്തമുള്ള ഒരു ശക്തിയായി മാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ എന്തോ ഒരു കാര്യത്തിന് തയ്യാറെടുക്കുന്നത് മുൻകൂട്ടി കണ്ട സംവിധാനത്തിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചത് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. ഇന്ന് യുഗമാണ്. എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം അതിർത്തിയിലും ഇത്തരത്തിൽ ശത്രു രാജ്യത്തിൻ്റെ ഒരു നീക്കത്തെ സംവിധാനത്തിലൂടെ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത്. അത്ഭുതപൂർവമായൊരു നീക്കമായിരുന്നു ചൈന നടത്തിയത്. അതാണ് നമുക്കിപ്പോൾ സമയബന്ധിതമായി രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിച്ച് അതിലൂടെ സേനയെ കൃത്യമായി വിന്യസിച്ചു, ഒഴിപ്പിക്കൽ ആസൂത്രണം ചെയ്തത്. ഈ ഒരു സാങ്കേതിക മികവ് കൊണ്ട് ഇന്ത്യൻ ഭാഗത്ത് ആർക്കും ജീവൻ നഷ്ടമായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള വളർച്ചയുമാണ് നമുക്കിവിടെ എടുത്ത് പറയേണ്ടത്. ആധുനിക യുദ്ധമുറകളിലും ദേശീയ സുരക്ഷാ ആസൂത്രണത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അരുണാചലിലെ തർക്ക മേഖലയിൽ ചൈനീസ് സൈനിക നീക്കത്തിന്റെ ആദ്യ സൂചനകൾ കണ്ടെത്താനാണ് പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ചിലവ് കുറഞ്ഞ ഒരു സംവിധാനം സഹായിച്ചതായാണ് ലഫ്റ്റനന്റ് ജനറൽ റാണ പറഞ്ഞത്. ഈ സംവിധാനത്തിലൂടെ ചൈനീസ് സൈന്യത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി മുൻകൂട്ടി പ്രവചിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനികരുടെ വിന്യാസം മെച്ചപ്പെടുത്തുന്നതിനും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകി. ചൈനയുടെ ഈ നീക്കം മുൻപ് നടന്നിട്ടില്ലാത്തതായിരുന്നെങ്കിലും കൃത്യസമയത്ത് ലഭിച്ച വിവരങ്ങൾ സൈന്യത്തെ കൃത്യമായി വിന്യസിക്കാനും ഒഴിപ്പിക്കൽ നടപടികൾ ആസൂത്രണം ചെയ്യാനും സഹായിച്ചു. ഇതിന്റെ ഫലമായി ഇന്ത്യൻ ഭാഗത്ത് യാതൊരുവിധ ആൾനാശവും സംഭവിച്ചില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കേവലം ഒരു ഭാവി സങ്കല്പമല്ലെന്നും ആഗോള ശക്തികളുടെ പോരാട്ടത്തിൽ അത് നിർണായകമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇത് ലോകക്രമത്തെ മാറ്റുന്ന ഒരു റേസായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആയുധങ്ങൾ, ലക്ഷ്യങ്ങൾ തിരിച്ചറിയൽ, സൈബർ പ്രതിരോധം, വ്യാജ വാർത്തകളെ നേരിടൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറിനപ്പുറം സൈനിക സിദ്ധാന്തങ്ങളിലും കമാൻഡ് ഘടനകളിലും ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നു. യുടെ വളർച്ച ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് തലത്തിലേക്ക് മാറുന്നതും വലിയ അവസരങ്ങൾക്കൊപ്പം വെല്ലുവിളികളും ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആണവായുധങ്ങൾ പോലെ തന്നെ തന്ത്രപരമായ സമ്മർദ്ദങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടേക്കാം. എന്നാൽ ഡിജിറ്റൽ സ്വഭാവമുള്ളതിനാൽ അതിനെ നിയന്ത്രിക്കുന്നത് ആണവ സാങ്കേതിക വിദ്യയേക്കാൾ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ചെലവ് കുറഞ്ഞ സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് സമഗ്രമായ ഒരു സുരക്ഷാ നയം ആവശ്യമാണെന്നും ഒരു ഉത്തരവാദിത്തമുള്ള ആണവ ശക്തി എന്ന പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ശക്തിയായി ഇന്ത്യ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ
2014 പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിച്ചതിൻ്റെ പ്രധാന കാരണം കിരാന ഹിൽസിലെ ആക്രമണമെന്നും വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പർ പറഞ്ഞതും ഇന്ന് ശ്രദ്ധേയമായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഇന്ത്യ നടത്തിയിട്ടുള്ള നീക്കങ്ങളെ കുറിച്ചിട്ടും പല യുദ്ധ വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ ചർച്ചയാകുന്നത്. പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്ന കിരാന ഹിൽസിലെ ഭൂഗർഭ അറകളിലേക്കുള്ള 2 പ്രവേശന കവാടങ്ങളിലാണ് ഇന്ത്യൻ മിസൈൽ പതിച്ചതെന്നും ഇതിലൂടെ ഇന്ത്യ പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം നൽകുകയായിരുന്നെന്നും ടോം കൂപ്പർ പറഞ്ഞു. കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയതായി ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അവിടെ ആക്രമണം നടന്നെന്ന് ടോം കൂപ്പർ തെളിവുകൾ നിരത്തി ഉറപ്പിക്കുന്നു. കുന്നിൻ ചെരുവിലേക്ക് മിസൈൽ പതിക്കുന്ന വീഡിയോ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രദേശവാസികൾ പകർത്തിയതാണ്. ഇതിന് തൊട്ടടുത്തുള്ള റഡാർ സ്റ്റേഷനിൽ നിന്ന് പുക ഉയരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആക്രമണത്തിന് മുൻപ് പാക് പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തതിന് തെളിവാണിതെന്നും ടോം കൂപ്പർ പറയുന്നു. 2025 മെയ് 10 ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്.